ചേഞ്ച് വേണം, അത്ര ചേഞ്ച്. മലയാളികൾക്ക് മാറ്റമായിരുന്നു ആവശ്യം. ആ മാറ്റം ഇപ്പോൾ നാറ്റമായിട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 1-2 മാസം ആകാൻ പോകുന്നു കേട്ടോ. ഇനി ഒരുപാട് ഇങ്ങനെ നാറ്റങ്ങളും ഒക്കെ ആയിട്ട് വരും. അനുഭവിക്കാൻ മലയാളികൾ തയ്യാറായിരുന്നു കൊള്ളുക. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോണം കേട്ടോ. ആധുനിക കാലഘട്ടത്തിൽ ഒരു സമരനായകൻ എങ്ങനെയാവണം എന്ന് കാട്ടിത്തന്ന ഒരു പൂക്കി സമരനായകൻ ദില്ലിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ കഴിവും മുഖത്തെ ഭാവവ്യത്യാസങ്ങളും ഒക്കെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് സമരക്കാർക്ക് എന്ത് ആവേശമാണ് പകർന്നു കൊടുത്തത്. ഓരോ കോൺഗ്രസ്സുകാരനും എന്ത് അഭിമാനമാണിപ്പോൾ. പ്രത്യേകിച്ചും ലീഗിലെ മന്ത്രിമാർക്കും MLA-മാരും ഒക്കെ എന്താണെന്ന് വേണ്ട, മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഷാജിയൊക്കെ ഉണ്ടല്ലോ, മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ മതം എന്നുള്ളിടത്ത് മാറ്റി കോയാക്കി കേട്ടോ. എന്താ അല്ലേ? ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതിൽ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പൂക്കി ഭാവവ്യത്യാസങ്ങൾ സമരമുഖത്തും പ്രത്യക്ഷപ്പെട്ടത്. സമരത്തിൽ പങ്കെടുത്ത ഓരോ പ്രവർത്തകർക്കും ഊർജം ഏകുന്ന ആ മുഖത്തെ ഭാവവ്യത്യാസങ്ങളുണ്ടല്ലോ. തൻ്റെ 62-ാമത്തെ വയസ്സിൽ ആദ്യത്തെ സമരാനുഭവത്തെ നേരിടുന്ന അദ്ദേഹത്തിന് ചെറിയൊരു പേടിയും ഭയവും ഒക്കെ കാണും. ജയിൽവാസം എന്തെന്നോ അറിയാത്ത മണി ചെയിനും രാഷ്ട്രീയവും മാത്രം ജീവിതാഭിലാഷമായി കൊണ്ട് നടക്കുന്ന VD സതീശനെ സംബന്ധിച്ച് ഒരു ദിവസം ജയിലിൽ കിടക്കുന്നതോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പേടിയോ ഭയമോ ഒക്കെ ഉള്ളിലുണ്ടാവും. അത് നോർമലി അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളിലൂടെ പുറത്തു വന്നു. അല്ലാതെ മംഗലാപുരത്ത് പോയി BJP നേതാക്കളെ കണ്ടതിലോ RSS BJP നേതാക്കളെ പല കീ പൊസിഷനുകളിലും നിയമിക്കാനുള്ള ശ്രമം നടത്തുന്നതോ ഒന്നും ഇതിൻ്റെ ഭാഗമായിട്ട് കരുതാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ മനസ്സ് VD സതീശൻ്റെ അത് മലയാളികൾ കാണാതെ പോകരുത്.